ഹലോ മൈ ചൻസാവിയോൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കേരള PSC ചോദിച്ചിരിക്കുന്ന ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ എന്നീ ടോപ്പിക്കിനകത്തു നിന്നുള്ള 2023 മുതൽ ഇങ്ങോട്ട് ചോദിച്ചിരിക്കുന്ന 100 ചോദ്യങ്ങളാണ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ ഞാൻ സിജി ബിജു ആണ്. അപ്പം എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടിയിട്ട് സ്വാഗതം. അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് 2021 ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായ ഗായകൻ ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2021 ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായ ഗായകനാണ് വീരമണി രാജു. നീതിയുടെ സഞ്ചാരം എന്ന് പറഞ്ഞിരിക്കുന്ന പുസ്തകം എഴുതിയത് ആരുടേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാത്തിമ ബീവിയെ പറ്റിയിട്ടുള്ളതാണ്. നീതിയുടെ സഞ്ചാരം എന്ന് പറഞ്ഞത്. യുനെസ്കോയുടെ ചെയർ പാർട്ണർ പദവി ലഭിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വേണം? പരിയാരം ഗ്രാമപഞ്ചായത്താണ് യുനെസ്കോയുടെ ചെയർ പാർട്ണർ പദവി ലഭിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് പരിയാരം. ഇനി ആദ്യമായിട്ട് ഹോൺബിൽ ഫെസ്റ്റിവൽ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ത്രിപുരയാണ്. ഹോൺബിൽ ഫെസ്റ്റിവൽ ആരംഭിച്ച സംസ്ഥാനം ത്രിപുര. ഇനി ശശി തരൂരിന് ഏതു വർഷമാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇംഗ്ലീഷ് വിഭാഗത്തിൽ നേടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2019 ശശി തരൂറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിരിക്കുന്നത്. തിളച്ച മണ്ണിൽ കാൽനടയായി ആരുടെ ആത്മകഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതുശ്ശേരി രാമചന്ദ്രന്റേതാണ് തിളച്ച മണ്ണിൽ കാൽനടയായി. 2021 ഹരിവരാസന പുരസ്കാരം വീരമണി രാജു. നീതിയുടെ സഞ്ചാരം ഫാത്തിമ ബീവി. യുനെസ്കോയുടെ ചെയർ പാർട്ണർ പദവി ലഭിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് പരിയാരം. ഹോൺബിൽ ഫെസ്റ്റിവൽ ആരംഭിച്ച സംസ്ഥാനം ത്രിപുര. ശശി തരൂറിന് ഏത് വർഷമാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇംഗ്ലീഷ് വിഭാഗത്തിൽ നേടിയത്? 2019 തിളച്ച മണ്ണിൽ കാൽനടയായിട്ട് എന്ന് പറയുന്നത് പുതുശ്ശേരി രാമചന്ദ്രന്റെ ആത്മകഥയാണ്. അടുത്തത് സമസ്ത വിജ്ഞാന ഗ്രന്ഥ എഴുതിയത് ആര്? ആർ ഈശ്വരപിള്ളയാണ് സമസ്ത വിജ്ഞാന ഗ്രന്ഥം എഴുതിയത്. ആരാണ്? ആർ ഈശ്വരപിള്ളയാണ് സമസ്ത വിജ്ഞാന ഗ്രന്ഥം എഴുതിയത്. ഗ്രന്ഥാവലി എന്നിട്ട് ആർ ഈശ്വരപിള്ള. കേരള കലാമണ്ഡലത്തിൽ നിന്നും തുള്ളൽ കലാരൂപം പഠിച്ചിറങ്ങിയ ആദ്യ വനിത ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പേരാണ്? കലാമണ്ഡലം ദേവകിയാണ്. കേരള കലാമണ്ഡലത്തിൽ നിന്നും തുള്ളൽ കലാരൂപം പഠിച്ചിറങ്ങിയ ആദ്യത്തെ വനിതയാണ് കലാമണ്ഡലം ദേവകി എന്ന് പറഞ്ഞത്. എന്താണ്? കലാമണ്ഡലം ദേവകിയാണ് കേരള കലാമണ്ഡലത്തിൽ നിന്നും തുള്ളൽ കലാരൂപം പഠിച്ചിറങ്ങിയ ആദ്യ വനിത. ഇനി ഏതു വർഷമാണ് ONV കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2007 ജ്ഞാനപീഠ പുരസ്കാരം ONV കുറുപ്പിന് ലഭിച്ചിരിക്കുന്നത്. ONV കുറുപ്പിന് ജ്ഞാനപീഠം 2007. പത്മശ്രീ ലഭിച്ചിരിക്കുന്നത് 98. പത്മശ്രീ ലഭിച്ചത് 98 ONV കുറുപ്പിന്. പത്മവിഭൂഷൺ ആണെങ്കിൽ 2011. എഴുത്തച്ഛൻ പുരസ്കാരം ആണെങ്കിൽ 2007. ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരവും ജ്ഞാനപീഠ പുരസ്കാരവും നേടിയിരിക്കുന്നത് സെയിം ഇയറിൽ തന്നെയാണ് ONV എന്ന് പറഞ്ഞത്. കാര്യം ഓർത്ത് വെച്ചേക്കാം. 2007 ജ്ഞാനപീഠവും 2007 തന്നെയാണ് എഴുത്തച്ഛൻ പുരസ്കാരവും. പത്മവിഭൂഷൺ ആണെങ്കിൽ 2011 എന്ന കാര്യം ഓർത്ത് വെച്ചേക്കാം. പത്മശ്രീ അവാർഡ് ലഭിച്ചിരിക്കുന്നത് 98. കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ എന്ന് പറഞ്ഞത് സജി ഗോപിനാഥ് ആണ്. കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ആണ് സജി ഗോപിനാഥ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 14ാമത്തെ ക്വസ്റ്റ്യന് ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്നത് ഭാരതനാട്യമാണ്. ചലിക്കുന്ന കാവ്യം ഭാരതനാട്യം. ആദ്യകാലത്ത് മിന്റേനറ്റ എന്നറിയപ്പെടുന്ന കായിക ഇനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മിന്റേനറ്റ വോളിബോൾ ആണ്. ഇതാണ് മിന്റേനറ്റ എന്നറിയപ്പെടുന്നത് വോളിബോൾ ആണ്. ഇനി കണ്ണശ സ്മാരകം ആരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരണം കവികളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. കണ്ണശ സ്മാരകം ആരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് പണി കഴിപ്പിച്ചത്? നിരണം കവികളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. പാരാലിമ്പിക്സില് സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് അവനി ലേഖര എന്ന് പറയുന്നത്. അവനി ലേഖര ആണ് ഏതെന്ന് പറയുന്നത് പാരാലിമ്പിക്സില് സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത. പാരാലിമ്പിക്സിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് അവനി ലേഖര. കേരളത്തിലെ ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോ ഉദയ സ്റ്റുഡിയോ ആണ്. ഉറൂബ് എന്ന തൂലികാനാമത്തിൽ PC കുട്ടിക്കൃഷ്ണനാണ്. ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് PC കുട്ടിക്കൃഷ്ണനാണ്. ഗജേന്ദ്രമോക്ഷം എന്ന ചിത്രണം ചെയ്യപ്പെട്ടിരിക്കുന്നത് കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. ഗജേന്ദ്രമോക്ഷം എന്ന് പറഞ്ഞിരിക്കുന്ന ചിത്രം ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
കൃഷ്ണപുരം കൊട്ടാരം. ചലിക്കുന്ന കാവ്യം ഏതാണ്? ഭരതനാട്യം. മിൻഡേ നെറ്റ എന്ന പേരിൽ അറിയപ്പെടുന്നു വോളിബോൾ ആണ്. കണ്ണശ സ്മാരകം നിരണം കവികള്. പാരാലിമ്പിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് അവാനി ലേഖര. കേരളത്തിലെ ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോ ഉദയ സ്റ്റുഡിയോ ആണ്. ഉറൂബ് എന്ന തൂലികാ നാമത്തില് PC കുട്ടിക്കൃഷ്ണൻ ആണ്. ഇനി ഗജേന്ദ്ര മോക്ഷം എന്നത് കൃഷ്ണപുരം കൊട്ടാരത്തിലാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നത് ആറന്മുള ഉത്രിട്ടാതി വള്ളംകളി ആണ്. ആറന്മുള ഉത്രിട്ടാതി വള്ളംകളിയാണ് ജലത്തിലെ പൂരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ജലത്തിലെ പൂരം ഏതാണ്? ആറന്മുള ഉത്രിട്ടാതി വള്ളംകളിയാണ്. ടോക്കിയോ പാരാലിമ്പിക്സിൽ 2 മെഡലുകൾ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് അവനി ലേഖർ. ഇപ്പൊ നമ്മൾ മുമ്പേ കണ്ടു ഗോൾഡ് മെഡൽ നേടിയത്. ഈ 2 മെഡലുകൾ നേടിയ ആദ്യ ഇന്ത്യൻ വനിത എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അവനി ലേഖരയാണ്. ടോക്കിയോ പാരാലിമ്പിക്സില് 2 മെഡലുകൾ നേടിയ ഇന്ത്യൻ വനിത എന്ന് പറയുന്നത് അവനി ലേഖരയാണ്. ഗോവിന്ദൻകുട്ടി എന്ന കഥാപാത്രം MT വാസുദേവൻ നായരുടെ ഏത് കൃതിയിലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസുരവിത്ത് എന്ന കൃതിയിലാണ്. ഗോവിന്ദൻകുട്ടി എന്ന കഥാപാത്രം MT വാസുദേവൻ നായരുടെ ഏത് കൃതിയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് കൃതിയിലാണ്? അസുരവിത്ത് എന്ന കൃതിയിലാണ്. ഇനി കായിക രംഗത്തെ മികച്ച പ്രകടനത്തിന് ഇന്ത്യ നൽകുന്ന ഏറ്റവും ഉയർന്ന അവാർഡ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന ആണ്. കായിക രംഗത്തെ പ്രകടനത്തിന് ഇന്ത്യ നൽകുന്ന ഏറ്റവും ഉയർന്ന അവാർഡ് മേജർ ധ്യാൻചന്ദ് അവാർഡ്. 2020 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് പോൾ സക്കറിയ. 2020 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് പോൾ സക്കറിയാണ്. ഇനി അയ്യങ്കാളി വള്ളംകളി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളായണി കായലിലാണ് നടക്കുന്നത്. ജലത്തിലെ പൂരം ആറന്മുള ഉത്രിട്ടാതി വള്ളംകളി. ടോക്കിയോ പാരാലിമ്പിക്സിൽ 2 മെഡലുകൾ നേടിയ ഇന്ത്യൻ വനിത അവനി ലേഖര. ഗോവിന്ദൻകുട്ടി എന്ന കഥാപാത്രം MTയുടേത് അസുരവിത്ത് എന്ന കൃതിയിലേതാണ്. ഖേൽരത്നയാണ് ഏറ്റവും ഉയർന്ന കായിക അവാർഡ്. 2020 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് പോൾ സക്കറിയ. അയ്യങ്കാളി വള്ളംകളി വെള്ളായണി കായൽ. ഇനി 27 ഖ്യാൽ എന്ന മനോഹര സംഗീത രൂപത്തിലെ ഹിന്ദുസ്ഥാനി സംഗീതത്തിന് അടിത്തറ ഇട്ടത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പേരാണ്? അമീർ ഖുസ്രു ആണ്. ഖ്യാൽ എന്ന മനോഹരമായിട്ടുള്ള സംഗീത രൂപത്തിലൂടെ ഹിന്ദുസ്ഥാനി സംഗീതത്തിന് അടിത്തറ ഇട്ടത് അമീർ ഖുസ്രു ആണ്. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങൾ സാഹിത്യലോകം, സാഹിത്യ ചക്രവാളം, മലയാളം ലിറ്റററി സർവേ എന്നിട്ടാണ് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങൾ. സാഹിത്യലോകം, സാഹിത്യ ചക്രവാളം, മലയാളം ലിറ്റററി സർവേ. സാഹിത്യലോകം, സാഹിത്യ ചക്രവാളം, മലയാളം ലിറ്റററി സർവേ. സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് വക്കം മൗലവിയാണ്. സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് ആരാണ്? വക്കം മൗലവിയാണ്. മാരിയപ്പൻ തങ്കവേലു ഏത് ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സ്പോർട്സ് എന്ന് പറഞ്ഞിരിക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കേരള ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഏറ്റവും മികച്ച ചിത്രത്തിന് ലഭിക്കുന്ന പുരസ്കാരം ആണ് ഏത്? സുവർണ ചകോരം എന്ന് പറയുന്നത്. സുവർണ ചകോരം ആണ് കേരള ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഏറ്റവും മികച്ച ചിത്രത്തിന് ലഭിക്കുന്ന പുരസ്കാരം സുവർണ ചകോരം. അപ്പൊ ഖ്യാൽ എന്ന മനോഹര സംഗീത രൂപത്തിലൂടെ ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ അടിത്തറ പകർന്നത് ആരാണ്? അമീർ ഖുസ്രു ആണ്. സാഹിത്യലോകം, സാഹിത്യ ചക്രവാളം, മലയാളം ലിറ്റററി സർവേ എന്നിവയാണ് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങൾ എന്ന് പറഞ്ഞത്. സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് വക്കം മൗലവിയാണ്. മാരിയപ്പൻ തങ്കവേലു സ്പോർട്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കേരള ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഏറ്റവും മികച്ച ചിത്രത്തിന് ലഭിക്കുന്ന പുരസ്കാരമാണ് സുവർണ ചകോരം. ഇനി ഗുരു ഗോപിനാഥ് രൂപം നൽകിയ നൃത്ത രൂപം ആണ് കേരള നടനം എന്ന് പറയുന്നത്. എന്താണ്? ഗുരു ഗോപിനാഥ് രൂപം നൽകിയിരിക്കുന്ന നൃത്ത രൂപം ആണ് കേരള നടനം എന്ന് പറയുന്നത്. കേരള നടനം. അമ്പിളി ചിരിക്കും മാനത്ത് തുമ്പ ചിരിക്കും താഴത്ത് എന്നുള്ളത് ആരുടെ കവിതയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ONV കുറുപ്പിനാണ്. അമ്പിളി ചിരിക്കും മാനത്ത് തുമ്പ ചിരിക്കും താഴത്ത് ONV കുറുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദെൻ അടുത്തായിട്ട് നമ്മൾക്ക് പറയുന്നത് 34ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു ദേശത്തിന്റെ കഥ എന്ന ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹമായ കൃതിയുടെ രചയിതാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SK പൊറ്റക്കാടാണ്. ഒരു ദേശത്തിന്റെ കഥ എന്ന ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹമായ കൃതിയുടെ രചയിതാവ് SK പൊറ്റക്കാടാണ്. കേരളത്തിന്റെ പൈതൃക കലാരൂപങ്ങളാണ് കൂടിയാട്ടം, തെയ്യം, മോഹിനിയാട്ടം. കേരളത്തിന്റെ പൈതൃക കലാരൂപങ്ങളാണ് കൂടിയാട്ടം, തെയ്യം, മോഹിനിയാട്ടം എന്നിവ. ലെറ്റ് എന്ന പദം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലെറ്റ് എന്ന പദം ടെന്നീസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ വള്ളത്തോൾ ആണ്. ഗുരു ഗോപിനാഥ്
കേരള നടനം, ONV കുറുപ്പ് അമ്പിളിച്ചിരിക്കും മാനത്ത് തുമ്പച്ചിരിക്കും താഴത്ത്, SK പൊറ്റക്കാട് ഒരു ദേശത്തിന്റെ കഥ എന്ന ജ്ഞാനപീഠ പുരസ്കാരം, കൂടിയാട്ടം, തെയ്യം, മോഹിനിയാട്ടം എന്നിവ കേരളത്തിന്റെ പ്രധാനപ്പെട്ട പൈതൃക കലാരൂപങ്ങളാണ്. ടെന്നീസുമായി ബന്ധപ്പെട്ട ഒരു പദമാണ് ലെറ്റ്. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകനാണ് വള്ളത്തോൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തായിട്ട് നോക്കുന്നത്, ഇപ്പൊ നമ്മൾ പുതിയൊരു ക്രാഷ് കോഴ്സ് LDCക്ക് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ടീച്ച്മെന്റ് ആപ്പ് വഴിയിട്ടാണ് ലൈവ് സെഷൻസ് ആണ് ക്ലാസ്സസ് വരുന്നത്. ഫെബ്രുവരി 4-ാം തീയതിയാണ്, ഫെബ്രുവരി 5-ാം തീയതിയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ വരുന്ന തിങ്കളാഴ്ചയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് നമ്മളുടെ ലാസ്റ്റ് ബാച്ച് ആയിരിക്കും വരുന്നത്. കുറേയധികം ഉദ്യോഗാർത്ഥികൾ നമ്മൾ ഓൾറെഡി നമ്മൾ നേരത്തെ ഒക്ടോബറിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇതുവരെ വേറെ ബാച്ചസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു, ഫോക്കസ് ഏരിയ ഒഴികെ. പിന്നെ ഇതിനകത്ത് നമ്മൾക്ക് പ്രധാനമായിട്ടും സിലബസ് ഓറിയന്റ് ചെയ്തിട്ടും ഫോക്കസ് ഏരിയ ഓറിയന്റ് ചെയ്തിട്ടും ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. പിന്നെ നമ്മൾക്ക് SCRTയുടേതും +1 +2 ഇതിന്റെ കൂടെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് വാല്യൂ ആഡഡ് പാക്ക് വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് കുറച്ച് റെക്കോർഡ് സെഷൻസ് അവൈലബിൾ ആയിരിക്കും. ബാക്കിയെല്ലാം നമ്മൾ ലൈവായിട്ട് തന്നെ എടുത്തു തരുന്നതായിരിക്കും. എല്ലാത്തിന്റെയും PDF നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. മാത്സ് ഒഴിച്ച് ബാക്കി എല്ലാ സബ്ജക്റ്റും നമുക്ക് ഇതുവഴിയിട്ട് ഉണ്ടായിരിക്കും. ഇതിന്റെ ക്ലാസിന്റെ ടൈം ടേബിൾസ് ആണ് ഇപ്പുറത്ത് കാണിച്ചിരിക്കുന്നത്. 9:45-ന് ആണ് മൺഡേ മുതൽ സാറ്റർഡേ വരെ ക്ലാസ്. സെക്കൻഡ് സാറ്റർഡേയിൽ ക്ലാസ് ഉണ്ടായിരിക്കത്തില്ല, പബ്ലിക് ഹോളിഡേയിലും ക്ലാസ് ഉണ്ടായിരിക്കത്തില്ല. 11:30ക്ക് വരുന്നത് ആഴ്ചയിൽ 3 ദിവസമാണ് ക്ലാസ്. 2:30ക്ക് ആണെങ്കിൽ എല്ലാ ദിവസവും മൺഡേ ടു സാറ്റർഡേ വരെ ക്ലാസ് ഉണ്ടായിരിക്കും. 7 PM-നാണെങ്കിൽ മൺഡേ ടു പിന്നെ തേഴ്സ്ഡേ വരെ ആയിരിക്കും ക്ലാസ് വരുന്നത്. CAക്ക് 2 ക്ലാസ് ആഴ്ചയിൽ വരുന്നുണ്ട്. സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള 2 ക്ലാസ് ആഴ്ചയിൽ വരുന്നുണ്ട്. ഫോക്കസ് ഏരിയക്ക് അതാകുമ്പോൾ നമ്മൾ എല്ലാ ടോപ്പിക്സും ഓറിയന്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് വരുന്നത് കൊണ്ട് അവിടെ എല്ലാം നമ്മൾ ഡീപ്പ് ലെവൽ കണ്ടന്റ്സ് ആണ് എടുത്തു പോകുന്നത് കൊണ്ട് അത്യാവശ്യം വേണ്ട സിലബസ് എല്ലാം അവിടെ കവർ ചെയ്തോളും. ഈ ഫോക്കസ് ഏരിയയിൽ അങ്ങ് കവർ ചെയ്ത് വന്നോളും. സോ അതിനെ പറ്റിയിട്ട് നിങ്ങൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. BSc അതേ ട്രാക്ക് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ കറക്റ്റ് ആയിട്ടാണ് പഠിപ്പിച്ച് പോകുന്നത്. സോ ഇനി ഇതുവരെയെങ്കിലും പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് 5 മാസം നിങ്ങളുടെ മുന്നിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ജോലിക്ക് പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു മെത്തേഡ്. കറക്റ്റ് ആയിട്ട് അന്നത്തെ കാര്യങ്ങൾ അന്നു പഠിപ്പിച്ച് ദിവസവും ഞാൻ ഒരു 10 മാർക്കിന്റെ ഓരോ സബ്ജക്ട് റിലേറ്റ് ചെയ്ത് തലേദിവസം പഠിപ്പിക്കുന്നത് പിറ്റേ ദിവസം ഞാൻ കറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കും. പോൾ ഉപയോഗിച്ചിട്ടായിരിക്കും നമുക്ക് ആപ്പിനകത്ത് വരുന്നത്. അപ്പൊ അതനുസരിച്ചിട്ട് എല്ലാ ദിവസവും പിറ്റേ ദിവസം നിങ്ങൾക്ക് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സാംസ് ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് പഠിക്കാവുന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വരുന്ന റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ ഒരു 50-നകത്ത് തീർച്ചയായിട്ടും വരാവുന്നതാണ്. എത്രയോ പിള്ളേർ നമ്മളുടെ ഗ്രൂപ്പുകളിൽ വരുന്ന മെസ്സേജുകളൊക്കെ നിങ്ങൾ ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ കാണാവുന്നതാണ്. നമ്മുടെ CG വീഡിയോസ് അക്കാദമി എന്നിട്ടാണ് ടെലഗ്രാം ഗ്രൂപ്പ്. നിങ്ങൾ ഇതുവരെ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ 1299 രൂപയാണ് ഫീസ്. പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. 8078962109. ഇപ്പൊ നമ്മൾക്ക് ഡിഗ്രി ലെവൽ ബാച്ചസ് ഓൾറെഡി റണ്ണിംഗ് ആണ്. ഇനി അതിന് വേണ്ടിയിട്ട് പുതുതായിട്ട് ഒരു ബാച്ച് തുടങ്ങാൻ വേണ്ടിയുള്ള സമയം ഏപ്രിലാണ് അതിന്റെ പരീക്ഷ. പിന്നെ LP UPക്ക് നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഈ കണ്ടന്റ്സ് കോമൺ സബ്ജക്ട് എല്ലാം LP UPക്കും കൊടുക്കുന്നതായിരിക്കും. പിന്നെന്താണ്, സൈക്കോളജി നമ്മൾക്ക് ആഴ്ചയിൽ ഒരു ദിവസത്തെ ക്ലാസ് ആയിരിക്കും ഉള്ളത്. അപ്പൊ അത് നമ്മൾക്ക് അവൈലബിൾ ആണ്. ഒരു കോഴ്സിന്റെ കൂടി നമ്മൾ മാത്സ് കൊടുക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഇവിടെ നമ്മൾക്ക് മികച്ച കായിക പരിശീലകന് നൽകുന്ന പാരിതോഷികം എന്ന് പറയുന്നത് ദ്രോണാചാര്യ അവാർഡാണ്. മികച്ച കായിക പരിശീലകന് നൽകുന്ന പാരിതോഷികം, പരിശീലകനാണെങ്കിൽ ദ്രോണാചാര്യ അവാർഡാണ്. നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത് ആരാണ്? PC ഗോപാലനാണ് നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത്. ഓഗസ്റ്റ് 29-ന് ഇന്ത്യയുടെ ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത് ആരുടെ ബർത്ത്ഡേ ആണ്? ധ്യാൻ ചന്ദിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഓഗസ്റ്റ് 29 ഇന്ത്യയുടെ ദേശീയ കായിക വിനോദ ദിനമായിട്ട് ആചരിക്കുന്നത്. വോൾക്സ് കുണ്ടെ എന്ന പദം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫോക്ലോറുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഫോക്ലോറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വോൾക്സ് കുണ്ടെ എന്ന് പറഞ്ഞിരിക്കുന്ന പദം ഫോക്ലോറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വോൾക്സ് കുണ്ടെ എന്ന് പറയുന്ന പദം ഫോക്ലോറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി കളരിപ്പയറ്റുമായി ബന്ധപ്പെട്ടതാണ്. കളരിപ്പയറ്റുമായി ബന്ധപ്പെട്ടതാണ് അറപ്പുകയൽ, വട്ടേന്തിരിപ്പ്, പിള്ളതാങ്. ഇതെല്ലാം BYQ ആണേ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും ചിലപ്പോൾ. അറപ്പുകയൽ, വട്ടേന്തിരിപ്പ്, പിള്ളതാങ്ങി എന്നിവ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കളരിപ്പയറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് കളരിപ്പയറ്റ്. ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് വ്യക്തിഗത സ്വർണം നേടിയത് ആരാണ്? അഭിനവ ബിന്ദ്രയാണ്. ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് വ്യക്തിഗത സ്വർണം നേടിയത് അഭിനവ ബിന്ദ്രയാണ്.
ഈ എ ഫെറാഗോ ഓഫ് ലെഗൻഡറി നോൺസെൻസ് കേരള ഉൽപ്പത്തിയെ പറ്റിയിട്ട് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? വില്യം ലോഗൻ ആണ്. അപ്പൊ മികച്ച കായിക പരിശീലകന് നൽകുന്ന പാരിതോഷികം ദ്രോണാചാര്യ അവാർഡ്. നന്ദനാർ എന്ന തൂലികാനാമം BC ഗോപാലന്റേതാണ്. ഓഗസ്റ്റ് 29 ഇന്ത്യയുടെ ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. ധ്യാൻചന്ദിന്റെ ബർത്ത്ഡേ ആണ്. വോൾസ്കുണ്ടെ എന്ന പദം ഫോക്ലോറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അറപ്പുകൈ, വട്ടയംതിരിപ്പ്, പിള്ളതാങ്ങി എന്നിവ കളരിപ്പയറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് വ്യക്തിഗത സ്വർണം നേടിയത് അഭിനവ ബിന്ദ്രയാണ്. എ ഫെറാഗോ ഓഫ് ലെഗൻഡറി നോൺസെൻസ് കേരളോൽപ്പത്തിയെ പറ്റിയിട്ട് അഭിപ്രായപ്പെട്ടത് വില്യം ലോഗനാണ്. ഇനിയും വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചെറുകഥകള് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഓർമ്മക്കുറിപ്പ്, ഭൂമിയുടെ അവകാശികള്, വിഡ്ഢികളുടെ സ്വർഗം, വിഡ്ഢികളുടെ സ്വർഗം, ഭൂമിയുടെ അവകാശികൾ, ഓർമ്മക്കുറിപ്പ്. എന്താണ്? വിഡ്ഢികളുടെ സ്വർഗം, ഭൂമിയുടെ അവകാശികൾ, ഓർമ്മക്കുറിപ്പ് എന്നിവ. അപ്പൊ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചെറുകഥകൾക്കകത്ത് വരുന്നതാണ് വിഡ്ഢികളുടെ സ്വർഗം, ഭൂമിയുടെ അവകാശികൾ, ഓർമ്മക്കുറിപ്പ് എന്നിവ. വിഡ്ഢികളുടെ സ്വർഗം, ഭൂമിയുടെ അവകാശികൾ, ഓർമ്മക്കുറിപ്പ് എന്നിവ. 2018 കോമൺവെൽത്ത് ഗെയിംസ് ഇന്ത്യയുടെ സ്ഥാനം 3-ാം സ്ഥാനം ആയിരുന്നു. 2018 ഇപ്പോഴും പഠിച്ചു വെച്ചേക്കണം. കാര്യം കോമൺവെൽത്തും ഏഷ്യൻ ഗെയിംസും ഒളിമ്പിക്സും എല്ലാം BSc ഒരു 4 years ബാക്കിലുള്ളത് നമ്മൾക്ക് ചോദിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അതും പഠിക്കണം. ഇനി അപ്കമിങ് വരുന്ന 2026 കണ്ടന്റ്സ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത്യാവശ്യം വേണ്ട ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഗെയിംസ് എല്ലാം നമ്മൾ അത് ഓറിയന്റ് ചെയ്ത് ലാസ്റ്റ് ഗെയിംസും കറണ്ട് ഗെയിംസും ഫ്യൂച്ചർ ഗെയിംസും കൂടെ കറക്റ്റ് ആയിട്ട് അതിന്റെ വേദിയും അതിന്റെ പൊസിഷൻസും എല്ലാം ഒന്ന് കറക്റ്റ് ആയിട്ട് നോക്കി വെച്ചിരിക്കണം. ഓൾഡ് ഒളിമ്പിക്സിനും അതുപോലെ തന്നെ പാരാലിമ്പിക്സിന്റേതും കോമൺവെൽത്ത് ഗെയിംസും ഏഷ്യൻ ഗെയിംസും മസ്റ്റ് ആയിട്ട് നോക്കേണ്ടതാണ്. ഇനി 98 ദേശീയ അവാർഡ് മമ്മൂട്ടിക്കൊപ്പം പങ്കുവച്ചത് അജയ് ദേവഗൺ ആണ്. ആരാണ്? അജയ് ദേവഗൺ ആണ്. 98 ദേശീയ അവാർഡ് മമ്മൂട്ടിക്കൊപ്പം പങ്കുവച്ചത് അജയ് ദേവഗൺ ആണ്. 1990 ബിംബിൾട്ടൺ ജൂനിയർ ചാമ്പ്യനായ ഇന്ത്യൻ ടെന്നീസ് താരമാണ് ലിയാണ്ടർ പേസ് ആണ്. 90 ബിംബിൾട്ടൺ ടെന്നീസിൽ ചാമ്പ്യൻ ആയിട്ടുള്ള ഇന്ത്യൻ ടെന്നീസ് താരം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലിയാണ്ടർ പേസ് ആണ്. ലിയാണ്ടർ പേസ് 90 ഗദ്ദിക എന്ന ആദിവാസി കലയെ പ്രോത്സാഹിപ്പിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പേരാണ് പറയേണ്ടത്? PK കാളൻ ആണ് ഗദ്ദിക എന്ന ആദിവാസി കലയെ പ്രോത്സാഹിപ്പിച്ചത്. PK കാളൻ ആണ്. PK കാളൻ ആണ്. ഇനി G അരവിന്ദൻ സംവിധാനം ചെയ്ത സിനിമകൾ ഏതൊക്കെയാണ്? ഉത്തരായനവും കാഞ്ചനസീതയും തമ്പും ആണ്. G അരവിന്ദൻ സംവിധാനം ചെയ്ത സിനിമകൾ എന്ന് പറഞ്ഞത് ഉത്തരായനം, കാഞ്ചനസീത, തമ്പ്. ഉത്തരായനം, കാഞ്ചനസീത, തമ്പ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചെറുകഥകൾ ഏതൊക്കെയാണ്? വിഡ്ഢികളുടെ സ്വർഗം, ഭൂമിയുടെ അവകാശികൾ, ഓർമ്മക്കുറിപ്പ് എന്നിവയാണ്. വിഡ്ഢികളുടെ സ്വർഗം, ഭൂമിയുടെ അവകാശികൾ, ഓർമ്മക്കുറിപ്പ്. 2018 കോമൺവെൽത്ത് ഗെയിംസ് ഇന്ത്യയുടെ സ്ഥാനം 3 ആണ്. 98 ദേശീയ അവാർഡ് മമ്മൂട്ടിക്കൊപ്പം പങ്കിട്ടത് അജയ് ദേവഗൺ ആണ്. 90 വിംബിൾട്ടൺ ജൂനിയർ ചാമ്പ്യൻ ആയിട്ടുള്ള ഇന്ത്യയുടെ ടെന്നീസ് താരമാണ് ലിയാണ്ടർ പേസ് എന്ന് പറയുന്നത്. ഗദ്ദിക എന്ന ആദിവാസി കലയെ പ്രോത്സാഹിപ്പിച്ചത് PK കാളനാണ്. G അരവിന്ദൻ സംവിധാനം ചെയ്ത സിനിമകൾ എന്ന് പറയുന്നത് ഉത്തരായനവും കാഞ്ചനസീതയും തമ്പുമാണ്. അത് വളരെ വ്യക്തമായിട്ട് ആ G അരവിന്ദന്റെ ഒക്കെ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഇനി 51ാമത്തെ ക്വസ്റ്റ്യൻ, ടിപ്പുവിന്റെ പടയോട്ടം എന്ന ചുമർ ചിത്രം ഏത് പള്ളിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാഞ്ഞൂർ പള്ളിയിലാണ്. ഏത് പള്ളിയിലാണ്? കാഞ്ഞൂർ പള്ളിയിലാണ് ടിപ്പുവിന്റെ പടയോട്ടം എന്ന ചുമർ ചിത്രം കാഞ്ഞൂർ പള്ളിയിൽ. ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശാസ്ത്ര മേഖലയുമായി ബന്ധപ്പെട്ടാണ് ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ്. ഇനി ഗദ്ദിക എന്ന കലാരൂപം ഉടലെടുത്തത് ഏത് ജില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയനാട് ജില്ലയിലെ ഒരു കലാരൂപമാണ് ഗദ്ദിക എന്ന് പറഞ്ഞത്. അർജുന നൃത്തമാണെങ്കിലോ കോട്ടയത്താണ് അർജുന നൃത്തം. കണ്ണിയാർകളി പാലക്കാടാണ്. കണ്ണിയാർകളി പാലക്കാട്. അർജുന നൃത്തം കോട്ടയം. ഗദ്ദിക എന്ന കലാരൂപം വയനാടാണ്. അപ്പൊ തൃക്കോട്ടൂർ പെരുമ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? UA ഖാദറിന്റെ കൃതിയാണ് തൃക്കോട്ടൂർ പെരുമ എന്ന് പറഞ്ഞത്. കേരള പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആണ് KM ബീനാമോൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. കേരള പുരസ്കാരം KL രത്ന പുരസ്കാരം. KL രത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളിയാണ് KM ബീനാമോൾ എന്ന് പറഞ്ഞത്. KL രത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി KM ബീനാമോൾ. ഇനിയും 58ാമത്തെ ക്വസ്റ്റ്യൻ, പ്രഥമ ONV പുരസ്കാരം നേടിയ വ്യക്തി സുഗതകുമാരിയാണ്. സുഗതകുമാരി. ഇപ്പൊ ടിപ്പുവിന്റെ പടയോട്ടം കാഞ്ഞൂർ പള്ളിയില്. ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗദ്ദിക എന്ന കലാരൂപം വയനാടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വയനാട് ജില്ലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അർജുന നൃത്തം കോട്ടയം. കണ്ണിയാർകളി പാലക്കാട്. തൃക്കോട്ടൂർ പെരുമ UA ഖാദർ. KL രത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി KM ബീനാമോൾ ആണ്. പ്രഥമ ONV പുരസ്കാരം നേടിയ വ്യക്തി സുഗതകുമാരിയാണ്.
ഇനിയും 59 ബാലഭാസ്കർ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വയലിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബാലഭാസ്കർ എന്ന് പറഞ്ഞിരിക്കുന്നത്. കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം ചെറുതുരുത്തി ആണ്. തൃപ്പൂണിത്തറ അത്തച്ചമയ ഘോഷയാത്ര ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓണവുമായി ബന്ധപ്പെട്ടതാണ്. കാരൂർ നീലകണ്ഠപിള്ള, കാരൂർ എന്ന തുലിക നാമത്തിൽ നീലകണ്ഠപിള്ളയാണ്. അച്യുതൻ നമ്പൂതിരി അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ആനന്ദ് പി സച്ചിദാനന്ദൻ. തപ്പ് പ്രധാന വാദ്യമായിട്ടുള്ള കലാരൂപമാണ് ഏത്? പടയണി എന്ന് പറയുന്നത്. തപ്പ് പ്രധാന വാദ്യമായിട്ടുള്ള കലാരൂപമാണ് പടയണി. അപ്പൊ ബാലഭാസ്കർ ഏത് വാദ്യോപകരണം? വയലിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കേരള കലാമണ്ഡലം ചെറുതുരുത്തിയിലാണ് ആസ്ഥാനം. തൃപ്പൂണിത്തറ അത്തച്ചമയ ഘോഷയാത്ര ഓണം. കാരൂർ നീലകണ്ഠപിള്ള, അക്കിത്തം അച്യുതൻ നമ്പൂതിരി, ആനന്ദ് പി സച്ചിദാനന്ദൻ. തപ്പ് പടയണി. കൊനേരു ഹംപി ഏതു മേഖല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെസ്സിലാണ് കൊനേരു ഹംപി, ചെസ്. ഇനി സരസ്വതി സമ്മാനം ഏത് വിഭാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാഹിത്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സരസ്വതി സമ്മാനം ഏത് വിഭാഗത്തിലാണ്? സാഹിത്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പി വി സിന്ധു ഏതു മേഖലയാണ്? ബാഡ്മിന്റൺ ആണ്. പി വി സിന്ധു ഏതു മേഖലയാണ്? ബാഡ്മിന്റൺ ആണ്. ചെണ്ട എന്നതൊരു ഏതു വാദ്യമാണ്? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തുകൽ വാദ്യം ആണ്. എന്താണ്? തുകൽ വാദ്യം. ഇനി പഞ്ചാരി പാണ്ടി മേളങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട വാദ്യ ഉപകരണമാണ് ഏത്? ചെണ്ട. ചെണ്ട എന്നത് ഒരു തുകൽ വാദ്യമാണ്. പഞ്ചാരി പാണ്ടി മേളങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട വാദ്യ ഉപകരണമാണ് ചെണ്ട എന്ന് പറയുന്നത്. ഇനി മ്യൂണിക് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയത് മാനുവൽ ഫെഡറിക് ആണ്. മ്യൂണിക് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയത് മാനുവൽ ഫെഡറിക് ആണ്. ഹോക്കിയിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പിന്നെ വെങ്കല മെഡൽ നേടിയത് 1972 മ്യൂണിക് ഒളിമ്പിക്സ് നടന്നത്. 1972 മ്യൂണിക് ഒളിമ്പിക്സിലാണ് വെങ്കല മെഡൽ നേടിയത്. ഒളിമ്പിക്സിൽ ഹോക്കിയിൽ മാനുവൽ ഫെഡറിക്ക. പി വത്സലയുടെ നെല്ല് എന്താണ്? ഏത് കാറ്റഗറിയിലാണ്? നോവൽ എന്ന് പറയുന്ന കാറ്റഗറിയാണ്. അപ്പൊ കൊനേരു ഹംപി ഏത് മേഖലയാണ്? ചെസ് ആണ്. സരസ്വതി സമ്മാനം ഏത് വിഭാഗം? സാഹിത്യമാണ്. പി വി സിന്ധു ഏതു മേഖല? ബാഡ്മിന്റൺ ആണ്. ചെണ്ട എന്നത് എന്താണ്? ഒരു തുകൽ വാദ്യമാണ്. പഞ്ചാരി പാണ്ടി മേളങ്ങളിലെ പ്രധാനപ്പെട്ട വാദ്യ ഉപകരണം ഏതാണ്? അതും ചെണ്ട തന്നെയാണ്. മ്യൂണിക് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയത് കേരളത്തിന്റെ മാനുവൽ ഫെഡറിക്, കണ്ണൂർകാരനാണ്. ഹോക്കിയാണ്. ഹോക്കിയില് വെങ്കല മെഡൽ നേടിയിരിക്കുന്നു. അപ്പം ശ്രീജേഷൻ രണ്ടാമത്തതാണ് അതിനുശേഷം നേടിയിരിക്കുന്ന ഒളിമ്പിക്സ്. പി വത്സലയുടെ നെല്ല് നോവൽ കാറ്റഗറിയിലാണ്. 73 അഭിനവ കേരളം എന്ന പത്രിക ആരംഭിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? വാഗ്ഭടാനന്ദന്റെ ആണ്. അഭിനവ കേരളം എന്ന് പറഞ്ഞിരിക്കുന്ന പത്രം സ്റ്റാർട്ട് ചെയ്ത ആരാണ്? വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതും വാഗ്ഭടാനന്ദൻ തന്നെയാണ്. കൂടിയാട്ടം ആടുന്ന സമ്പ്രദായത്തെ പറ്റി വിവരിക്കുന്ന ഗ്രന്ഥമാണ് ആട്ടപ്രകാരം എന്നത്. കൂടിയാട്ടം ആടുന്ന സമ്പ്രദായത്തെ പറ്റി വിവരിക്കുന്ന ഗ്രന്ഥമാണ് ആട്ടപ്രകാരം. ഏതാണ്? ആട്ടപ്രകാരം. കല്ലിൽ എന്ന് പറഞ്ഞത് ഏത് ജില്ലയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ജില്ല പറയണം? എറണാകുളം ജില്ലയാണ് കല്ലിൽ എന്ന് പറഞ്ഞത്. ഏത് ജില്ലയാണ്? എറണാകുളം ജില്ലയാണ് കല്ലിൽ എന്ന് പറഞ്ഞത്. കല്ലിലാണ് എറണാകുളം ജില്ല. തുടർച്ചയായി 2 ഒളിമ്പിക്സുകളിൽ വ്യക്തിഗത മെഡൽ നേടുന്ന ആദ്യത്തെ വനിതാ താരം ഏതാണ്? പി വി സിന്ധു ആണ്. തുടർച്ചയായി 2 ഒളിമ്പിക്സുകളിൽ വ്യക്തിഗത മെഡൽ നേടുന്ന ആദ്യത്തെ വനിതാ താരമാണ് പി വി സിന്ധു. തുടർച്ചയായി 2 ഒളിമ്പിക്സുകളിൽ വ്യക്തിഗത മെഡൽ നേടുന്ന ആദ്യത്തെ വനിതാ താരം ആണ് പി വി സിന്ധു. തുടർച്ചയായി 2 ഒളിമ്പിക്സുകളിൽ വ്യക്തിഗത മെഡലുകൾ നേടുന്ന, വെള്ളി മെഡൽ അല്ല, വ്യക്തിഗത മെഡലുകൾ നേടുന്ന ആദ്യത്തെ വനിതാ താരം എന്ന കാര്യം ഓർത്തു വെച്ചേക്കണം. ഒ ചന്തുമേനോന്റെ നോവലുകളാണ് ശാരദയും ഇന്ദുലേഖയും എന്ന് പറഞ്ഞത്. അഭിനവ കേരളം വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചു വാഗ്ഭടാനന്ദൻ. ആട്ടപ്രകാരം കൂടിയാട്ടം ആടുന്ന സമ്പ്രദായത്തെ പറ്റി വിവരിക്കുന്നു. കല്ലിൽ ഏതു ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലാണ്. തുടർച്ചയായിട്ട് 2 ഒളിമ്പിക്സുകളിൽ വ്യക്തിഗത മെഡൽ നേടുന്ന ആദ്യത്തെ വനിതാ താരമാണ് പി വി സിന്ധു. ഒ ചന്തുമേനോന്റെ നോവലുകളാണ് ഇന്ദുലേഖയും ശാരദയും. 79 മാണി മാധവ ചാക്യാർക്ക് പത്മശ്രീ ലഭിച്ചത് ഏത് വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1974 മാണി മാധവ ചാക്യാർക്ക് ഏത് വർഷമാണ് പത്മശ്രീ ലഭിച്ചത്? 1974. കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്ന പേരിൽ അറിയപ്പെടുന്നു മാണി മാധവ ചാക്യാർ. കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്ന പേരിൽ അറിയപ്പെടുന്നു മാണി മാധവ ചാക്യാർ. ഇനി കൂടിയാട്ടത്തെ കുറിച്ച് നാട്യകൽപദ്രുമം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? മാണി മാധവ ചാക്യാർ ആണ്. കൂടിയാട്ടത്തെ കുറിച്ച് നാട്യകൽപദ്രുമം എന്ന ഗ്രന്ഥം രചിച്ചത് മാണി മാധവ ചാക്യാർ ആണ്. കൂടിയാട്ടത്തെ കുറിച്ച് നാട്യകൽപദ്രുമം എന്ന ഗ്രന്ഥം രചിച്ചത് മാണി മാധവ ചാക്യാർ ആണ്.
സോപാനം എന്ന ആത്മകഥ രചിച്ചതാരാണ്? ഞരളത്ത് രാമപൊതുവാളാണ് സോപാനം എന്ന ആത്മകഥ രചിച്ചത്. ഞരളത്ത് രാമപൊതുവാൾ. ജനഹിത സോപാനം എന്ന ജനകീയ രൂപം ആവിഷ്കരിച്ചതാരാണ്? അത് ഞരളത്ത് രാമപൊതുവാളാണ്. അല്ലാ പിച്ച മൊല്ലാക്ക എന്ന കഥാപാത്രം OB വിജയന്റേതാണ്. അല്ലാ പിച്ച മൊല്ലാക്ക എന്ന് പറയുന്ന കഥാപാത്രം OB വിജയൻ. മാണി മാധവ ചാക്യാർക്ക് പത്മശ്രീ ലഭിച്ചത് 1974 കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്നറിയപ്പെടുന്നു മാണി മാധവ ചാക്യാറാണ്. കൂടിയാട്ടത്തെ കുറിച്ച് നാട്യകൽപദ്രുമം എന്ന ഗ്രന്ഥം രചിച്ചു. നാട്യകൽപദ്രുമം എന്ന ഗ്രന്ഥം രചിച്ചു. സോപാനം എന്ന ആത്മകഥയാണെങ്കിൽ ഞരളത്ത് രാമപൊതുവാളും, ജനഹിത സോപാനം എന്ന ജനകീയ രൂപം ആവിഷ്കരിച്ചതും ഞരളത്ത് രാമപൊതുവാളാണ്. അല്ലാ പിച്ച മൊല്ലാക്ക എന്ന കഥാപാത്രം OB വിജയന്റേതാണ്. ഇനി അപരാജിത, നിരഞ്ജൻ എന്നീ കഥാപാത്രങ്ങൾ ഉഷ്ണരാശിയിലേതാണ്. അപരാജിതയും നിരഞ്ജനും ഒക്കെ കഥാപാത്രങ്ങൾ ഉഷ്ണരാശി എന്ന് പറയുന്ന കൃതിയിലേതാണ്. മലയാളത്തിലെ ആദ്യത്തെ നാട്യശാസ്ത്ര കൃതിയുടെ കർത്താവാണ് മാത്തൂർ കുഞ്ഞു പിള്ളപ്പണിക്കർ. മലയാളത്തിലെ ആദ്യത്തെ നാട്യശാസ്ത്ര കൃതിയുടെ കർത്താവാണ് മാത്തൂർ കുഞ്ഞുപിള്ള പണിക്കറാണ്. മലയാള ഭാഷയിലെ പ്രഥമ സിനിമാ പ്രസിദ്ധീകരണത്തിന്റെ പ്രസാധകനാണ് അഭയദേവ് എന്ന് പറയുന്നത്. സിനിമാ പ്രസിദ്ധീകരണത്തിന്റെ മലയാള സിനിമയിലെ പ്രഥമ സിനിമാ പ്രസിദ്ധീകരണത്തിന്റെ പ്രസാധകൻ ആണ് അഭയദേവ്. ഭാഷയിലെ ആദ്യത്തെ വിജ്ഞാനകോശ നിർമ്മാതാവ് മാത്യു M കുഴിവേലി. ഭാഷയിലെ ആദ്യത്തെ വിജ്ഞാനകോശ നിർമ്മാതാവാണ് മാത്യു M കുഴിവേലി. മണിക ബത്ര ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടേബിൾ ടെന്നീസ് ആണ്. മണിക ബത്ര ടേബിൾ ടെന്നീസ് ആണ്. പിക്ചർ എന്ന വാക്ക് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബേസ്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ഇത്രയും സീരീസ് പഠിച്ചതിനകത്ത് തന്നെ 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഇങ്ങനെ ടേംസ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് ആയിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള ബേസ്ബോൾ. പിക്ചർ എന്ന് പറഞ്ഞിരിക്കുന്ന വാക്ക് ബേസ്ബോൾ ആണ്. അപ്പൊ അപരാജിത, ദിശ, നിരഞ്ജൻ ഉഷ്ണരാശിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മലയാളത്തിലെ ആദ്യത്തെ നാട്യശാസ്ത്ര കൃതിയുടെ കർത്താവ് മാത്തൂർ കുഞ്ഞുപിള്ള പണിക്കർ. മാത്തൂർ കുഞ്ഞുപിള്ള പണിക്കറാണ്. മലയാള ഭാഷയിലെ പ്രഥമ സിനിമാ പ്രസിദ്ധീകരണത്തിന്റെ പ്രസാധകൻ അഭയദേവാണ്. അഭയദേവ്. മലയാളത്തിലെ ആദ്യത്തെ വിജ്ഞാനകോശ നിർമ്മാതാവ് മാത്യു M കുഴിവേലിയാണ്. മാത്യു M കുഴിവേലിയാണ്. ഇനി മണിക ബത്ര ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടേബിൾ ടെന്നീസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മണിക ബത്ര എന്ന് പറഞ്ഞത്. പിക്ചർ എന്ന് പറഞ്ഞിരിക്കുന്ന വാക്ക് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബേസ്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പിക്ചർ എന്ന് പറയുന്ന വാക്ക്. മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നത് കേരള സർക്കാർ ആരംഭിച്ച മലയാള മിഷനാണ്. അതായത് മലയാള ഭാഷയുടെയും സംസ്കാരം ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നത് കേരള സർക്കാർ ആരംഭിച്ചത് ആണ് മലയാളം മിഷൻ എന്ന് പറഞ്ഞത്. മലയാളം മിഷൻ. TP ഔസേപ്പിന് ദ്രോണാചാര്യ അവാർഡ് ലഭിച്ച വർഷം 2021. TP ഔസേപ്പിനാണ് ദ്രോണാചാര്യ അവാർഡ് 2021 ലഭിച്ചത്. ഹൃദയരാഗങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ജോർജ് ഓണക്കൂറിൻ്റെതാണ്. ഹൃദയരാഗങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ജോർജ് ഓണക്കൂറിൻ്റെതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജഡായു ആണ്. ജഡായു ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം ജഡായുൻ്റെത്. ഇനി യക്ഷഗാനം എന്ന കലാരൂപം എവിടെയാണ്? കാസർഗോഡാണ്. യക്ഷഗാനം എന്ന കലാരൂപം കാസർഗോഡ്. അപ്പൊ മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിന് കേരള സർക്കാർ ആരംഭിച്ചത് മലയാളം മിഷൻ ആണ്. TP ഔസേപ്പിന്റെ ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത് 2021. ഹൃദയരംഗങ്ങൾ ജോർജ് ഓണക്കൂറിൻ്റെതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം ജഡായുവിൻ്റെതാണ്. യക്ഷഗാനം എന്ന കലാരൂപം കാസർഗോഡാണ്. അപ്പൊ നമ്മൾക്ക് ഇത്രയും ചോദ്യങ്ങളാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. ബാലൻസ് ഒക്കെ നമുക്ക് ഉടനെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുവാണെങ്കിൽ. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ബൈ. താങ്ക് യു. ലവ് യു ഓൾ.